ഒന്നും ഉണ്ടാക്കാനും പറ്റിയില്ല. അവിടെ ആണെങ്കിൽ ഒന്നും എടുക്കാനും പറ്റിയില്ല. ഇപ്പൊ എന്നാ ചെയ്യും? അതോ, അതില്ലേ ഞങ്ങള് ആ പാത്രത്തിന് അടിയിലായി പോയില്ലേ, ആ സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ശരി, സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. എല്ലാവരും പെട്ടെന്ന് ഇരുന്നിട്ടേ വാ, നമുക്ക് ബിരിയാണി കഴിക്കാം. ഇതെന്താടി വീണ്ടും വെള്ളടിക്കുന്ന സൗണ്ട് കേൾക്കുന്നല്ലോ? വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. ഇതെന്തോ മക്കളെ, വീണ്ടും വരുന്നല്ലോ സൗണ്ട്. അതില്ലേ അമ്മേ, പ്രേതം ഇപ്പൊ ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഏമ്പക്കം വിടുന്നതായിരിക്കും. അത് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ മക്കളെ, വാ നമുക്കേ ഭക്ഷണം കഴിക്കാം. അയ്യടാ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ബിരിയാണി ആണല്ലോ. ഹായ്, നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോ ഈ പ്രേതം ഷെഫായിരിക്കും. പപ്പി ഷോനെ കുറച്ച് അടുത്ത് വാടാ, അമ്മ വായിക്കിട്ട് തരട്ടെ. കഴിച്ചോ? ഹായ്, വീട്ടിലെ ബിരിയാണി ഒക്കെ ഉണ്ട്. ഇനി എല്ലാ ദിവസവും ഈ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അതാണെങ്കിൽ ഡെയിലി ബിരിയാണി കഴിക്കാലോ. ഇതാര് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുന്നത്? എന്തുവാ ചേട്ടാ കാര്യം? എന്തിനാ ഇപ്പൊ വിളിച്ചത്? നീ എന്ത് ചെയ്തോണ്ടിരിക്കുവാ? ഞാനോ ചേട്ടാ, ഞാനിവിടെ കാല് കടിച്ച് പറിച്ച് കഴിച്ചോണ്ടിരിക്കുക. എന്തോന്ന് കാല് കടിച്ചു പറിച്ചോണ്ടിരിക്കുന്നു? അയ്യോ, ഇനിയിപ്പോ ഇവള് പ്രേത വീട്ടിലോട്ട് പോയിട്ട് പ്രേതമായിട്ട് തന്നെ മാറിയെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇവള് പ്രേതത്തെ പോലെ തന്നെയാ ബിഹേവ് ചെയ്യുന്നത്. ഇനിയിപ്പോ പ്രേത വീട്ടിൽ പോയിട്ട് ഫുള്ളായിട്ടും പ്രേതമായി മാറിയോ? ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ പ്രേതമായിട്ടൊന്നും മാറിയിട്ടില്ല. ഞാനിവിടുന്ന് ചിക്കന്റെ ലെഗ് പീസ് കടിച്ചോണ്ടിരിക്കുക, അതാ പറഞ്ഞത്. ലെഗ് പീസാ? ചിക്കന്റെ ലെഗ് പീസാ? എവിടുന്ന്? അല്ലടി, നിങ്ങൾ പ്രേത വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. പ്രേത വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ ലെഗ് പീസ് കിട്ടിയത്? ചേട്ടാ, ലെഗ് പീസ് മാത്രല്ല ചേട്ടാ, ചിക്കൻ ബിരിയാണിയും കൂടി ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, വന്നാൽ നമുക്ക് ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ശരിടി, ഞാനിപ്പോ തന്നെ വരാവേ. അച്ഛാ, നിങ്ങൾ വരുമ്പോഴേ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിനടുത്തുള്ള കുട്ടി ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വാ. ഹലോ ഏട്ടാ, നിങ്ങളെ ഇവർ പറയുന്നതൊന്നും കേൾക്കണ്ട. നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ട്, അതിനകത്തെ പാറുവിന്റെ ഉറക്ക ഗുളികയുണ്ട്, അത് കൊണ്ടുപോട്ടോ. ശരിയില്ലാതെ ഞാനിപ്പോ കൊണ്ടുവരാം കേട്ടോ. ശരി ചേട്ടാ, അപ്പൊ ഞാൻ ഫോൺ വെക്കുന്നേ. ഇപ്പോഴല്ലേ വയറ് നിറയെ ഭക്ഷണം കഴിച്ചത്, ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ നീ എന്തായാലും ഉറങ്ങും. നീ എന്നല്ല, നമ്മളെല്ലാവരും ഉറങ്ങുമായിരിക്കും. ബിരിയാണിയല്ലേ കഴിച്ചത്, അതുകൊണ്ട് നീ ഉറങ്ങുന്ന സമയത്ത് എണീച്ച് നടക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ എനിക്ക്. അപ്പൊ നിന്റെ പിന്നാലെ നടക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഉറക്ക ഗുളിക കൊണ്ടുവരാൻ പറഞ്ഞതാ, മനസ്സിലായോ? ബിരിയാണി കഴിച്ചിട്ട് നന്നായി ഉറങ്ങാന്ന് വെച്ചാല് ഈ ഗുളിക കൂടി കഴിക്കണം.